ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി ഉപ്പുമാവ് എന്നാണ് പേര്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിനുള്ളൊരു ഉപ്പുമാവ് റവയാണത്. പിന്നെ നമുക്കതിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ സവാള, കറിവേപ്പിൻ്റെ ഇല, ചിക്കൻ, ഇത്രയും മതി കേട്ടോ. പിന്നെ അതിൻ്റെ മസാലക്കൂട്ടുകൾ മതി. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന് ഗണേഷിൻ്റെ കമ്പനിയുടെ ഉപ്പുമാവാണത്. ഇത് ബ്രാഹ്മൺസിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഗണേഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉപ്പുമാവാണ്, റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഒരു അടുപ്പിൽ കുക്കർ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. കൂടുതൽ സവാളേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി, പിന്നെ ഒരു പച്ചമുളകും. കൂടുതൽ എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളകും, ചെറിയൊരു തക്കാളി, ചെറിയൊരു സവാള, അത്ര ഇതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിന് വേണ്ടി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, 2 സ്പൂണ്, ചെറിയ 2 സ്പൂണ്, നമ്മൾ ടീസ്പൂൺ ഉണ്ടല്ലോ അതിന് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവൊന്നും വേണ്ട, അല്ലെങ്കിൽ എരിവൊന്നും ആവശ്യമില്ല. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി. ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുക്കറിൻ്റെ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂടുതൽ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ സാധാരണ കറി, ചിക്കൻ്റെ കറി വെക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് ആയി വരേണ്ടത്. കൂടുതൽ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കൂടുതൽ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 8-9 പീസ് മതി, ചെറിയ പീസ് മതി. കാരണം ചിക്കൻ്റെ ആ ഒരു നല്ല ഉടഞ്ഞ് ചേരുന്ന ഒരു പരുവത്തിലാവണം നമ്മൾ വേവിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ ആവശ്യമുള്ളൂ. ഇത് ഞാൻ തലേ ദിവസം ചിക്കൻ രാത്രിയാണ് വാങ്ങിച്ച് വെച്ചത്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അതാണ് ഒരു മഞ്ഞ കളറിലിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമുക്ക് കൂടുതൽ വേണ്ടത് കുറച്ച്, നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാകുമ്പോൾ കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ലല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം കൂടുതൽ വേണം. പിന്നെ 2 സ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് കൂടുതൽ വെള്ളമുണ്ട്. 2.5 ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് കൂടുതലായിട്ട് വേണം. എന്നുവെച്ചിട്ട് കുക്കർ നിറച്ച് വെക്കാനും പാടില്ല. കുറച്ച് ചിക്കൻ്റെ എല്ലാം ഉള്ളൂ, പീസെല്ലാം നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 2-2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മല്ലിയില എന്തായാലും വേണം. മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, മല്ലിയിലയുടെ ഒരു ഫ്ലേവറൊക്കെ നമ്മളെ ആ ഒരു ഉപ്പുമാവിൽ വേണം. അതിന് കുറച്ച് മല്ലിയില ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിയില മുഴുവനും ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ
അടിക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 4 വിസിൽ വരണ, കാരണം നമ്മുടെ ചിക്കനൊന്ന് നന്നായിട്ട് വെന്ത് കുറച്ച് നല്ല വേവ് വേണം ചിക്കന്. പിന്നെ നന്നായിട്ടൊന്ന് ഉടയും വേണം, നമ്മളാ മാവിലൊക്കെ നല്ല ഒന്ന് ഉടഞ്ഞ് ചേരണം. അതിന് വേണ്ടിയിട്ടാണ് 4 വിസിൽ അടിച്ച് കഴിഞ്ഞ് നമ്മളെ കുക്കറിൻ്റെ ചൂടെല്ലാം പോയി, എയറെല്ലാം പോയിട്ട് നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഗ്യാസ് പിന്നെയും കത്തിച്ച് സിമ്മിലിട്ട് വെക്കണേ. പിന്നെ നമ്മൾ ഉപ്പുമാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റൗവ് ഏറ്റവും സിമ്മിലിട്ട് വെക്കണേ. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഉപ്പുമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയ സൂചി ഗോതമ്പുണ്ടല്ലോ, അതുപോലത്തെ ഒരു ചെറിയ ഏറ്റവും നൈസായിട്ടുള്ള ഒരു റവയാണ് കേട്ടോ. സൂചി ഗോതമ്പ് ആ ഒരു പരുവത്തിലൊക്കെ ആയിട്ടുള്ളൊരു റവയാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് തമിഴ്നാട്, മറ്റേ കന്യാകുമാരി ആ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ ഉപ്പുമാവ് കണ്ടുവരുന്നത്. ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ആണിത് ടേസ്റ്റ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. ഇത് നമ്മൾ റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ സ്റ്റൗവ് ഏറ്റവും സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ റവയൊക്കെ നമ്മൾ കൂടുതൽ വെന്ത് വരുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ, നമ്മളതിൻ്റെ ആ ഒരു തരി മാറിക്കഴിഞ്ഞിട്ട് പിന്നെ സോഫ്റ്റായിട്ട് നിൽക്കുമല്ലോ. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് കയ്യിലൊന്നിങ്ങനെ ആക്കിയിട്ട് നോക്കണം, അതിൻ്റെ തരി മാറിയിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മല്ലിയില ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മല്ലിയില കുറച്ച് കൂടുതൽ വേണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചിട്ടുള്ള ആ ഒരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്, 2 ഗ്ലാസ് വെള്ളം. പിന്നെ അതിൽ മല്ലിയില ഇട്ട് കൊടുത്താണ്. അപ്പോൾ ആ വെള്ളമാണ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉപ്പുമാവ് 2 പ്രാവശ്യമായി ചേർത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ്, അത് 2 പ്രാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പുമാവ്. റവെല്ലാം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ച് 3 പ്രാവശ്യമായിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ റവ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. കൂടുതൽ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ സാധാരണ ചിക്കൻ്റെ കറി വെക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കറി വെച്ചാൽ മതി. കുറച്ച് വെള്ളം കൂട്ടി വെക്കാൻ വേണം. ചിക്കന് ഒരു 5-6 പീസൊക്കെ ചിക്കന് മതി, ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണീൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആണ് കേട്ടോ അതിന്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല ഈ ഉപ്പുമാവ്. ഇതിൻ്റെ പാക്കൊന്നും കൂടുതലായിട്ട് ഇറങ്ങിയിട്ടില്ല. തമിഴ്നാട് നിന്നാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കുക്കർ അടച്ച് വെച്ച് അടുപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അടുപ്പൊന്ന് കത്തിച്ച് സിമ്മിലിട്ട് വെക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യ് ഉപ്പുമാവിൻ്റെ ആ ചൂടിന് നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിച്ച് സിമ്മിലിട്ട് വെച്ചിട്ടുള്ളത്.
ഇതാ നമ്മളൊന്നുകൂടെ ആ നെയ്യെല്ലാം ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നമ്മളെ ഉപ്പുമാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അടുപ്പ് ഓഫാക്കി ഇതാ നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മളത് വിളമ്പുന്ന സമയത്തിന് ചിക്കൻ്റെ പീസെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉടച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലില്ലാത്ത ഇറച്ചി നോക്കിയിട്ട്, ചിക്കൻ്റെ ഇറച്ചി നോക്കിയിട്ട് എടുക്കണേ. എന്താ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൂടുതലായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക. ഓക്കേ.